ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിൽ അടുത്തിടെ വന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വ്യൂ വൺസ് എന്നാണ് ആ ഫീച്ചറിന്റെ പേര്. നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ ഒരു തവണയെ കാണാൻ പറ്റുള്ളൂ. ഒരു തവണ ഓപ്പൺ ചെയ്തിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകുന്നതായിരിക്കും. അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോസോ ഫോട്ടോസോ നമുക്ക് ആർക്കും അയക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചാൽ വീഡിയോ മുഴുവനും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂട്ടുകാർക്കും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. ഇപ്പോൾ ബീറ്റ വേർഷനിലാണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. ബീറ്റ വേർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഫീച്ചർ കാണിച്ചു തരാം. എന്നിട്ടൊരു ചാറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഫോട്ടോസോ വീഡിയോസോ എങ്ങനെ അയക്കാം, ജസ്റ്റ് ഞാനിവിടെ നിന്ന് കാണിച്ചു തരാം. ഗാലറിയിൽ നിന്നും ഞാൻ ഒരു ഇമേജ് ഫയൽ സെൻഡ് ചെയ്യാണ്, നോർമലായിട്ട് എപ്പോഴും നമ്മൾ സെൻഡ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, ഇനി വാട്സപ്പിൽ പുതുതായിട്ട് വന്നിട്ടുള്ള അടിപൊളി ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് സെൻഡായി കഴിഞ്ഞാൽ അവർ വായിക്കുന്ന ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കാണാൻ പറ്റില്ല, അപ്പോൾ തന്നെ ഡിലീറ്റ് ആയിട്ട് പോകും. ജസ്റ്റ് എന്താ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നും സെയിം ഇമേജ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ സെൻഡ് ബട്ടൻ്റെ തൊട്ടരികിലൊരു 1 എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുമല്ലോ. ജസ്റ്റ് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി സെൻഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലായിരിക്കും സെൻഡ് ആവുക. കുറച്ച് വെയിറ്റ് ചെയ്യുക. സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കക്ഷി, ഇത് റിസീവ് ചെയ്യുന്ന കക്ഷി ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യും. ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വാട്സപ്പിൽ നിന്നും നമ്മുടെ ഫോണിൽ നിന്നും ആ ഒരു ഫോട്ടോ ഇറേസ് ആവുന്നതായിരിക്കും. ഫോട്ടോ മാത്രമല്ല, വീഡിയോസ് നമുക്ക് ഇതേപോലെ അയക്കാൻ പറ്റും. ഏതെങ്കിലും ഫയൽ, വീഡിയോ ഫയലോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒറ്റ പ്രാവശ്യം മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഈ രീതിയിൽ അയച്ചു കൊടുക്കാം. അതിപ്പോൾ ഗ്രൂപ്പ് ആയാലും നമുക്ക് ഇതേപോലെ അയക്കാം. അത് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും ഒറ്റ പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതൊരു ചെറിയ കുറവാണ് ഈ ഒരു ഫീച്ചറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ ആയി. അപ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.